നമ്മളിനി പച്ചമുളക് കൃഷിയുടെ തുടക്കമാണത്. ഞങ്ങൾ വിത്ത് മുതൽ വിളവ് വരെ ഇങ്ങനെ പല വീഡിയോസായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വിത്തിനെ പരിചയപ്പെടാം. പച്ചമുളക് പല വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇത് ഉജ്ജ്വല എന്ന് പറയുന്ന ഇനമാണ്. ഉജ്ജ്വല അത് നമ്മുടെ കേരളത്തിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു ഇനമാണ് ഉജ്ജ്വല എന്ന് പറയുന്ന ഇനം. ഇത് നല്ല എരിവുള്ള ഇനമാണ്. ഇത് ശരിക്കും ബാക്ടീരിയൽ വാട്ടം ചെറുക്കാൻ കഴിവുള്ള ഇനമാണ്. ഇത് ശരിക്കും ഞാൻ വാങ്ങിച്ചത് വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ശരിക്കും കൃഷിഭവനുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇത് ഉജ്ജ്വല എന്ന് പറയുന്നത്. ഇത് ഒരു മുട്ടിൽ 3-4 പച്ചമുളക് വിരിഞ്ഞ് നിൽക്കുന്ന ഇനമാണിത്. ശരിക്കും നമുക്ക് കേരളത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വികസിപ്പിച്ചെടുത്ത ഒരിനമാണ് ഉജ്ജ്വല. ഈ ഉജ്ജ്വലയുടെ വേറൊരു പ്രത്യേകതയാണ് ഇത് ബാക്ടീരിയൽ വെൽറ്റ് എന്ന് പറയുന്ന ബാക്ടീരിയൽ വാട്ടത്തിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരിനമാണ്. നമ്മൾ ബാക്ടീരിയൽ വെൽറ്റ് എന്താണെന്ന് നമുക്കറിയാം. ഇത് എന്താ പറയുക, ഒരു നന്നായിട്ട് വരുന്ന ഒരു ചെടി ഒരു ദിവസം നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് വാടി പോവുക. അത് തക്കാളിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് തക്കാളിയിലാണ്. അതുപോലെ തന്നെ ഈ പച്ചമുളക് ഇനങ്ങളിലും അത് അഫക്റ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു ഇനം ഉജ്ജ്വല എന്ന് പറയുന്ന ഇനം ഈ ബാക്ടീരിയൽ വെൽറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇത് ഒരു 10 രൂപയുടെ പായ്ക്കാണ്. ഇത് ശരിക്കും നിങ്ങൾക്ക് ഇനി എന്താ പറയുക, പച്ചമുളകിൻ്റെ വിത്തുകൾ കിട്ടാൻ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന ഉണക്കമുളക് ഉണ്ടല്ലോ, ആ ഉണക്കമുളകിൽ നല്ല ഒരു മുളക് എടുത്ത്, അത്യാവശ്യം വലിപ്പമുള്ളൊരു മുളക് എടുത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് വിത്തുകൾ ശേഖരിക്കാം. അത് നമുക്ക് നടാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വിത്തുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് ശരിക്കും നടുന്നതിന് മുമ്പ് അരമണിക്കൂർ വെള്ളത്തിൽ അല്ലെങ്കിൽ സ്യൂഡോമോണസ് ലായനിയിൽ കുതിർത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. പെട്ടെന്ന് ഇത് കിളിർത്ത് വരും. അതിന് എന്താ പറയുക, രോഗപ്രതിരോധ ശേഷി ലഭിക്കുകയും ചെയ്യും. നമ്മൾ സ്യൂഡോമോണസ് എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ നിങ്ങൾ ഉൾപ്പെടുത്തുക ഉടനെ. അപ്പം ജസ്റ്റ് തൽക്കാലം നിങ്ങൾ സ്യൂഡോമോണസ് എന്ന് പറഞ്ഞ ടേം മനസ്സിലാക്കുക. ഈ സ്യൂഡോമോണസ് ഇല്ല എങ്കിൽ വെറുതെ വെള്ളത്തിൽ നമ്മൾ ചീര തൈകൾ വാങ്ങുന്ന കേസിൽ പറഞ്ഞതാണ്, ഒരു വെള്ളത്തുണിയിൽ ഇട്ടിട്ട് വെള്ളത്തിലേക്ക് മുക്കി വെക്കുക അരമണിക്കൂർ. ആ ഒരു രീതി കൊണ്ട് നമുക്ക് ഈ വിത്തുകൾ വളരെ പെട്ടെന്ന് കിളിർത്ത് വരാനും അതേപോലെ തന്നെ കുറച്ച് രോഗപ്രതിരോധ ശേഷി അവയ്ക്ക് കൈവരുത്താനുമായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, നമ്മളിത് അങ്ങനെ സ്യൂഡോമോണസ് ലായനിയിൽ നമ്മൾ കുതിർത്ത് വെച്ച പച്ചമുളകിൻ്റെ വിത്തുകളാണിത്. ഞാൻ സീഡിങ് ട്രേ ആണ് ഉപയോഗിക്കുന്നത് നടാനായിട്ട്. സീഡിങ് ട്രേയെക്കുറിച്ച് ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്താണ് സീഡിങ് ട്രേ എന്ന്. അപ്പം നമ്മളിതിൽ ഇതുപോലെ സീഡിങ് ട്രേ റെഡിയാക്കിയതിന് ശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു അര സെൻറ്റിമീറ്റർ ഒന്ന് മണ്ണ് മാറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഓരോ വിത്തുകളും നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അതിങ്ങനെ മൂടി. ഓക്കെ, ഇനിയിങ്ങനെ ബാക്കി നമ്മുടെ വിത്തുകളെല്ലാം നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ മൊത്തം വിത്തുകളും ഇതിൽ നട്ട ശേഷം ഇത് ശരിക്കും ഇതിൻ്റെ വിത്തുകൾ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഉറുമ്പ് കൊണ്ടുപോയിരിക്കാനായിട്ട് ചെയ്യാവുന്നൊരു ടിപ്പ് നമ്മൾ ചീരയുടെ കേസിൽ പറഞ്ഞതാണ്. ഒരു ബേസിനിൽ കുറച്ച് വെള്ളം നിറച്ച് അതിൽ ഇഷ്ടിക വെച്ച് അതിൻ്റെ പുറത്ത് ഈ സീഡിങ് ട്രേ വെക്കുക. ഈ സീഡിങ് ട്രേ വെക്കത്തക്ക രീതിയിൽ ഒരു സംവിധാനം ഒരുക്കി വെക്കുക. ചുറ്റും വെള്ളമുണ്ട് എങ്കിൽ ഉറുമ്പുകൾ ഈ വിത്തുകൾ എടുത്തുകൊണ്ട് പോകുന്നത് അത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഇത് ഉറുമ്പുകൾ കൊണ്ടുപോകുന്ന വിത്തുകളാണ് തക്കാളിയുടെ വിത്ത്, പച്ചമുളക് വിത്ത്, വഴുതന, ഇതിൻ്റെ എല്ലാം വിത്തുകൾ ഉറുമ്പ് കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മുടെ ഒരു ഫസ്റ്റ് നമ്മുടെ ഈ ഒരു പച്ചമുളക് കൃഷിയിലെ ഫസ്റ്റ് ഇതാണ് നമ്മൾ ഉറുമ്പുകളെ